ബെനീസ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. വിയന്നയിലെ ഏറ്റവും മനോഹരമായ ഈ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 484 മീറ്റർ ഉയരത്തിലുള്ള കാലൻബർഗ് കുന്നിൻ മുകളിലാണ്. വിയന്ന നഗരത്തെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഒരു മാപ്പിൽ നോക്കിയാൽ പോരാ, ഇവിടെ വരണം. നിങ്ങളുടെ ഇടതുവശത്തെ വിയന്ന വനങ്ങളും വിയന്ന വുഡ്സ്, വലതുവശത്തെ മുന്തിരിത്തോപ്പുകളും, നേരെ മുന്നിൽ വിയന്നയുടെ ചരിത്രവും ഈ മണ്ണിൽ വിരിച്ചു വച്ചിരിക്കുന്നത് കാണാം. സുവനീർ ഷോപ്പുകൾ, പള്ളിക്കടുത്തുള്ള കടകൾ, സ്റ്റാൾസ് നിയർ ദി ചർച്ച്. പള്ളിയുടെ തൊട്ടടുത്തായി ചെറിയ സ്റ്റാളുകൾ കാണാം. ഇവിടെ പ്രധാനമായും സെൻറ്റ് ജോസഫ് പള്ളിയുമായി ബന്ധപ്പെട്ട മതപരമായ ചിഹ്നങ്ങളും ഡിവോഷണൽ ഐറ്റംസ്, കൂടാതെ വിയന്നയുടെ ഭംഗിയുള്ള ചിത്രങ്ങളുള്ള പോസ്റ്റ് കാർഡുകൾ, മാഗ്നറ്റ്സ്, സ്നോ ഗ്ലോബുകൾ എന്നിവയും ലഭിക്കും. ചരിത്ര പുസ്തകങ്ങൾ, കാലൻബർഗിൻ്റെ ചരിത്രത്തെക്കുറിച്ചും 1683 യുദ്ധത്തെക്കുറിച്ചും പറയുന്ന ചെറിയ പുസ്തകങ്ങളും ലേഖകളും പള്ളിയോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ ലഭിക്കും. ഈ കാണുന്ന ഇടതുവശത്തെയാണ് പള്ളി. ഇത് മുന്തിരിത്തോട്ടത്തിൻ്റെ ടൈലർ, ദി വൈൻ ടൈലർ. മുന്തിരിത്തോട്ടങ്ങളുടെ ചിത്രങ്ങളുള്ള ആ ചെറിയ ടൈലർ ശ്രദ്ധിച്ചോ? അത് ഈ നാടിൻ്റെ വൈൻ സംസ്കാരത്തെ കാണിക്കുന്നതാണ്. നമ്മൾ നിൽക്കുന്ന ഈ കുന്നിൻ ചെരുവുകളിലാണ് ലോകപ്രസിദ്ധമായ വിയന്നീസ് വൈനുകൾ ഉണ്ടാകുന്നത്. ഈ ടൈലറിൽ പലപ്പോഴും ഇവിടുത്തെ വൈൻ നിർമ്മാണത്തെക്കുറിച്ചുള്ള വിവരങ്ങളോ അല്ലെങ്കിൽ വൈൻ രുചിച്ചു നോക്കാനുള്ള അവസരമോ സഞ്ചാരികൾക്കായി ഒരുക്കാറുണ്ട്. വൈൻ സുവനീറുകൾ, നിങ്ങൾ കണ്ട ചെറിയ ടൈലറിൽ നിന്ന് ഈ കുന്നിലെ മുന്തിരിത്തോപ്പിലുണ്ടായ വൈൻ കുപ്പികൾ വാങ്ങാൻ സാധിക്കും. വിയന്നയുടെ ഈ പ്രത്യേക രുചി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ മികച്ച സുവനീറാണ്. ഇതാണ് ഇവിടുത്തെ സെൻറ്റ് ജോസഫ് പള്ളി എന്നുള്ള ഈ സ്ഥലം. വെറും ഒരു ടൂറിസ്റ്റ് കേന്ദ്രം മാത്രമല്ല, 1683 ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ അധിനിവേശത്തിൽ നിന്ന് യൂറോപ്പിനെ രക്ഷിക്കാൻ പോളിഷ് രാജാവ് പോരാട്ടം നയിച്ച് ഇവിടെ നിന്നാണ്. ഈ കാണുന്നതാണ് പ്രണയപ്പൂട്ടുകൾ, ലവ് ലോക്സ്. പള്ളിയുടെ അരികിലായി ചെറിയൊരു സ്ഥലത്ത് നിറയെ പൂട്ടുകൾ, പാഡ്ലോക്സ് കോർത്തു വെച്ചിരിക്കുന്നത് കാണാം. പാരീസിലെ പാലങ്ങളിലൊക്കെ കാണുന്ന പോലെ പ്രണയിനികൾ അവരുടെ സ്നേഹത്തിൻ്റെ അടയാളമായി ഇവിടെ പൂട്ടിട്ട് താക്കോൽ ദൂരത്തേക്ക് എറിയുന്നു. നഗരത്തിൻ്റെ മനോഹരമായ കാഴ്ചയിലേക്ക് നോക്കി നിൽക്കുന്ന ഈ പ്രണയപ്പൂട്ടുകൾ വിയന്നയിലെ ഒരു റൊമാൻറ്റിക് ടച്ചാണ്. റെസ്റ്റോറൻറ്റ്, കഫേ റെസ്റ്റോറൻറ്റ് കാലൻബർഗ്. തൊട്ടടുത്ത് തന്നെ വിശാലമായ ഒരു റെസ്റ്റോറൻറ്റ് കാണാം. വിയന്നയിലെ പ്രശസ്തമായ കോഫിയും ആപ്പിൾ സ്ട്രൂഡലും കഴിച്ച് ഈ കാഴ്ച ആസ്വദിക്കാൻ പറ്റിയ ഇടം. ആകാശത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഫീലാണ് ഈ റെസ്റ്റോറൻറ്റ് നൽകുന്നത്. ആധുനികതയും പാരമ്പര്യവും. നഗരത്തിൻ്റെ മധ്യഭാഗത്തേക്ക് നോക്കൂ. ആകാശത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന കൂർത്ത ഗോപുരം കണ്ടോ? അതാണ് സെൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ. ഏതാണ്ട് 900 വർഷങ്ങളായി വിയന്നയുടെ അടയാളമാണത്. ഇനി അല്പം ഇടത്തോട്ട് നോക്കിയാൽ കാണുന്ന ആ വമ്പൻ കെട്ടിടങ്ങൾ, ഇപ്പം കാണുന്ന ലെഫ്റ്റ് സൈഡിലുള്ള ഡൗണോ സ്ട്രീറ്റിലെ സിറ്റിയിലെ സ്കൈ സ്ക്രാപ്പേഴ്സ് ആണ്. അവിടെയാണ് ഐക്യരാഷ്ട്രസഭയുടെ UN ഓഫീസുകളും മറ്റും സ്ഥിതി ചെയ്യുന്നത്. പഴയ കൊട്ടാരങ്ങളും ആധുനിക വൻനഗരവും ഇവിടെ ഒരേ ഫ്രെയിമിൽ ഒത്തുചേരുന്നു. ഡാന്യൂബ് നദിയും മുന്തിരിത്തോപ്പുകളും. വെള്ളിനൂല് പോലെ ഒഴുകുന്ന ആ നദി ശ്രദ്ധിക്കൂ. അതാണ് പ്രശസ്തമായ ഡാന്യൂബ്. ഈ നദി ഇവിടെ രണ്ടായി പിരിയുന്നതും അവയ്ക്കിടയിലുള്ള പച്ചപ്പും കാണാൻ എന്ത് ഭംഗിയാണെന്നോ. നമ്മുടെ തൊട്ട് താഴെ കാണുന്ന ആ നിരനിരയായ ചെടികൾ ഡ്യൂബ്ലിങ്ങിലെ മുന്തിരി തോപ്പുകളാണ്. ഇപ്പോൾ ഈ കാണുന്ന താഴെയുള്ള ചെടികൾ. സ്വന്തമായി വൈൻ ഉൽപ്പാദനമുള്ള ലോകത്തിലെ ചുരുക്കം ചില തലസ്ഥാന നഗരങ്ങളിലൊന്നാണ് വിയന്ന. വൈകുന്നേരത്തെ വെളിച്ചത്തിൽ ഈ മുന്തിരിത്തോപ്പുകൾ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്നത് കാണാൻ
പ്രത്യേക ഭംഗിയാണ്. ചക്രവാളത്തിലെ കാഴ്ചകൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് നഗരത്തിന് അപ്പുറത്തുള്ള കാഴ്ചകളും കാണാം. തെക്ക് ഭാഗത്ത് ദൂരെയായി ആകാശത്ത് നീല നിറത്തിൽ കാണുന്നത് ഷ്നീബെർഗ് എന്ന മലനിരകളാണ്. വിയന്നയിലേക്ക് ആവശ്യമായ കുടിവെള്ളം വരുന്നത് ആ മലനിരകളിൽ നിന്നാണ്. കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ അയൽരാജ്യമായ സ്ലോവാക്യയിലെ പർവ്വതനിരകളും നമുക്ക് കാണാൻ സാധിക്കും. ഡാന്യൂബിൻ്റെ ഇടതുകരയിലും വലതുകരയിലുമുള്ള നഗരത്തിൻ്റെ മൊത്തം വ്യൂ ആണ് നമ്മൾ ഈ കാളൻബർഗ് മലനിരകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. വിയന്ന നഗരത്തിന് ഒറ്റ ഫ്രെയിമിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുന്നത്. നമ്മളീ കാണുന്നതാണ് ഇവിടുത്തെ മുന്തിരിത്തോപ്പുകൾ. ഈ കമ്പത്തൊക്കെ കാണുന്ന പോലെ ഈ തട്ടിട്ടല്ല മുന്തിരി വളർത്തുന്നത്. ഈ യൂറോപ്പിലൊക്കെ എല്ലായിടത്തും ഇങ്ങനെ ചെറിയ കമ്പ് നട്ടി ഇങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ മുകളിലോട്ടാണ് ഒരാൾ ഒരു 5 അടിയൊക്കെ വരെയും പൊക്കത്തിലേ കാണുള്ളൂ. അതിൽ കെട്ടി നിർത്തിയിട്ട് നിരനിരയായിട്ട് ഇങ്ങനെ കെട്ടി നിർത്തിയിട്ട് അതിലാണ് നിറയും ഇങ്ങനെ സൈഡിലേക്ക് പിന്നെ ഈ മുന്തിരി കൊലകൾ ഉണ്ടാവുകയും മുന്തിരി പറിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം മുന്തിരി ഈ തണുപ്പെല്ലാം കഴിഞ്ഞിട്ട് മുന്തിരി പതിയെ പൊട്ടിക്കിളർത്ത് വരാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഇത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ്, ഒരു 3 മാസം കഴിയുമ്പം 4 മാസം കഴിയുമ്പോഴാണ് മുന്തിരി ഉണ്ടായി വിളവെടുപ്പ് നടത്തുന്നത്. ഇപ്പം നമ്മൾ പൊട്ടി വരാൻ തുടങ്ങുന്നേ ഉള്ളൂ. തണുപ്പിൽ മരച്ച് നിന്നിട്ട് ഇപ്പം പൊട്ടി വരാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഇതെല്ലാം പൊട്ടി പിന്നെ കായെല്ലാം വിളവെടുത്ത് കഴിയുമ്പം ഈ ലൂസായിട്ട് നിൽക്കുന്ന പിന്നെ ആ ശേരങ്ങളെല്ലാം അവർ വെട്ടി ഒതുക്കി കളയും. പിന്നെ അടുത്ത സീസണിലാണ് ഇത് വരുന്നത്. നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുവാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.